വെൽക്കം ടു ലാഷ് ക്ലാസ്. ബി എ ഇംഗ്ലീഷ് തേർഡ് സെമിസ്റ്റർ ഡ്രാമയിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ബേസിക് എലിമെൻറ്റ്സ് ഓഫ് ഡ്രാമ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. നമ്മളിവിടെ ഈ ചാപ്റ്ററിലെ പോയിന്റ് വൈസ് ആയിട്ടുള്ളൊരു സമ്മറിയും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. Among the many dramatic types, tragedy, comedy and tragi-comedy are the most familiar and widely studied forms in theatre. ഡ്രാമയ്ക്കകത്ത് പല ടൈപ്സിലുള്ള ഡ്രാമയുണ്ട്. നമുക്കറിയാം നോവലിലും സിനിമയിലൊക്കെ പല ടൈപ്സിൽ വരുന്നത്, ഹൊറർ വരുന്നത്, അതുപോലെ തന്നെ റൊമാൻറ്റിക് വരുന്നത്, അങ്ങനെ പല ടൈപ്സിൽ ഡ്രാമകളുമുണ്ട്. അതിൽ ഏറ്റവും പോപ്പുലറായിട്ട് വരുന്നത് ട്രാജഡി, കോമഡി, ട്രാജി കോമഡി എന്നീ 3 ടൈപ്സിലുള്ള ഡ്രാമകളാണ്. Since its origin, drama has been broadly divided into 2 fundamental categories, tragedy and comedy. അപ്പോൾ ഡ്രാമ എന്നുള്ളൊരു ആർട്ട് നാടകം ആരംഭിച്ചതിന് ശേഷം മുതൽക്ക് തന്നെ ട്രാജഡി, കോമഡി എന്നിങ്ങനെ 2 വിഭാഗങ്ങളായിട്ടാണ് പൊതുവിൽ നമ്മൾ ഡ്രാമയെ തരംതിരിക്കുന്നത്. ട്രാജഡി നമുക്കറിയാം വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഉണ്ടാവുക. എന്നാൽ കോമഡി ആണെങ്കിൽ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് കോമഡിക്കകത്ത് ഉണ്ടാവുക. Tragi-comedy later emerged as a hybrid form, combining essential elements of both tragedy and comedy. Tragi-comedy എന്ന ഒരു വിഭാഗം പിന്നീട് വരുന്നതാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ട്രാജഡിയുടെയും കോമഡിയുടെയും എലമെൻറ്റ്സ് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ട്രാജി കോമഡി വരുന്നത്. അതായത് സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഉണ്ടാവുക, പക്ഷേ ക്ലൈമാക്സ് ആവുമ്പോൾ എല്ലാം ശുഭമായിട്ട് അവസാനിക്കുന്ന തരത്തിലുള്ള രീതിയിലാണ് ട്രാജി കോമഡി നമ്മൾ കാണുന്നത്. ഇതിൽ ആദ്യം നമുക്ക് നോക്കാനുള്ളത് ട്രാജഡിയാണ്. Tragedy is a dramatic representation of serious actions that lead to a sorrowful or catastrophic conclusion. ട്രാജഡി എന്ന പേര് നമുക്ക് പരിചിതമാണ്. ദുരന്തം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ട്രാജഡിക്കകത്ത് നമ്മൾ സ്റ്റോറി ആയിട്ട് കാണുന്നത്. സാധാരണഗതിക്ക് ഒരു സോറോഫുൾ അല്ലെങ്കിൽ കറ്റാസ്ട്രഫിക് കൺക്ലൂഷനാണ്. ക്ലൈമാക്സിനകത്ത് നമ്മൾ വളരെ സങ്കടപ്പെടുകയോ അല്ലെങ്കിൽ ദുരന്തമുണ്ടാവുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റോറികളാണ് ട്രാജഡിക്കകത്ത് ഉണ്ടാവുന്നത്. It originated during the Dionysian festivals in ancient Greece, where dramatic competitions were held as part of religious celebrations. ഇനി ട്രാജഡി എന്നുള്ള ഈ ഒരു നാടക വിഭാഗം ആരംഭിക്കുന്നത് പുരാതന ഗ്രീസിലാണ്. പൊതുവെ നാടകം ആരംഭിക്കുന്നതും ഗ്രീസിൽ തന്നെയാണ്. അവിടെ ഡയോനീസിയൻ ഫെസ്റ്റിവൽ, നമ്മുടെ നാട്ടിൽ പെരുന്നാൾ, പൂരം എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ ഡയോനിസിസ് എന്ന് പറയുന്ന ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷങ്ങൾ നടന്നിരുന്നു. അവിടെ അവർ പാട്ട് മത്സരം, ഡാൻസ് മത്സരം തുടങ്ങിയിട്ടുള്ള പല കോമ്പറ്റീഷൻസ് നടത്തിയിരുന്നു. അതിൻ്റെ കൂട്ടത്തിലാണ് ഡ്രാമ കോമ്പറ്റീഷൻസ് വരികയും ആ ഡ്രാമ കോമ്പറ്റീഷൻസിൻ്റെ ഭാഗമായിട്ട് ആളുകൾ ട്രാജഡി എന്ന തരത്തിലുള്ള നാടകങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. Early tragedies were rooted in epic traditions and gradually refined by Greek playwrights such as Aeschylus, Sophocles and Euripides. ഇനി ട്രാജഡി എന്നുള്ള രീതിയിലുള്ള നാടകങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് എപ്പിക്കിൽ നിന്നാണ് അതിലേക്കുള്ള സ്റ്റോറിയും ക്യാരക്ടേഴ്സും എല്ലാം വരുന്നത്. എപ്പിക് എന്ന് പറയുന്നത് മഹാകാവ്യങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത്. നമ്മൾ മഹാഭാരതം അല്ലെങ്കിൽ രാമായണം, ഇനി അറബ് ട്രഡീഷനിൽ നോക്കുകയാണെങ്കിൽ സൊഹ്റാബിൻ്റെ എപ്പിക് അല്ലെങ്കിൽ എപ്പിക് ഓഫ് ഗിൽഗമേഷ് എന്നൊക്കെ പറയുന്ന പോലുള്ള ഈ മഹാകാവ്യങ്ങളിൽ നിന്നുള്ള കഥകളാണ് ഈ ആദ്യകാല ദുരന്ത നാടകങ്ങൾക്കകത്ത് ഉണ്ടായിരുന്നത്. പിന്നീട് എയ്സ്കിലസ്, സോഫക്ലീസ്, യൂറിപ്പിഡ്സ് തുടങ്ങിയിട്ടുള്ള ഗ്രീക്ക് നാടകൃത്തുകളാണ് തനതായിട്ടുള്ള രീതിയിലുള്ള ദുരന്ത നാടകങ്ങളൊക്കെ എഴുതി തുടങ്ങുന്നത്. ട്രാജഡീസ് യൂഷ്വലി ഫോക്കസ് ഓൺ നോബിൾ ക്യാരക്ടേഴ്സ് ഹൂസ് ഡെസ്റ്റിനീസ് ആർ ഷേപ്ഡ് ബൈ ഫേറ്റ്. ഇനി സാധാരണഗതിക്ക് ഈ ട്രാജഡിക്കകത്ത് നമ്മൾ കാണുന്നത് നോബിൾ ക്യാരക്ടേഴ്സാണ്, മാന്യരായിട്ടുള്ള കഥാപാത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ എപ്പിക്കിൽ നിന്നൊക്കെയുള്ള കഥാപാത്രങ്ങളൊക്കെയാണ് സാധാരണഗതിക്ക് അതിനകത്ത് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഒരു ദുഷ്ടരായിട്ടുള്ള ഒരു കഥാപാത്രത്തിന് എന്തെങ്കിലും ട്രാജഡി ഉണ്ടായിക്കഴിഞ്ഞാൽ ഓഡിയൻസിന് പ്രത്യേകിച്ച് സഹതാപമോ സങ്കടമൊന്നും ഉണ്ടാവില്ല. നമുക്കറിയാം അയാൾക്ക് അങ്ങനെ തന്നെ വേണം, നന്നായുള്ളൂ എന്ന രീതിയിലാണ് ഓഡിയൻസ് അതിനോട് പ്രതികരിക്കുക. അപ്പോൾ ഓഡിയൻസിന് സങ്കടം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നല്ല ക്യാരക്ടേഴ്സിന് ദുരന്തം ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഒരു സഹതാപവും സങ്കടമൊക്കെ പ്രകടിപ്പിക്കുക. അത്തരത്തിൽ ഈ മാന്യരായിട്ടുള്ള കഥാപാത്രങ്ങൾ പൂർണ്ണമായിട്ടും അവരുടെ തെറ്റുകൊണ്ടല്ലാതെ വിധി കാരണം കൊണ്ടൊക്കെ അവർക്ക് ദുരന്തങ്ങൾ ഉണ്ടാവുന്ന രീതിയിലാണ് ട്രാജഡിക്കകത്തുള്ള കഥകൾ നമ്മൾ കാണുന്നത്. ദ ഇവോക്ക് പ്രൊഫൗണ്ട് ഇമോഷൻസ് ഓഫ് പിറ്റി ആൻഡ് ഫിയർ ഇൻ ദി ഓഡിയൻസ്. അപ്പോൾ അത്തരത്തിൽ ഈ ഓഡിയൻസിൻ്റെ ഇടയിൽ ഒരു സഹതാപവും ഭയവും അതുപോലെ തന്നെ സങ്കടവും ഒക്കെ ഉണ്ടാക്കുന്ന തരത്തിലാണ് ട്രാജഡിയിലെ സ്റ്റോറീസ് ഉണ്ടാവുക.
എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ട്രഡീഷണൽ ഗ്രീക്ക് ട്രാജഡി ഈ സോഫോക്ലീസ് ഈഡിപ്പസ് റെക്സ്. ഇനി ഈ ട്രാജഡിക്കുള്ള ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത് ഈഡിപ്പസ് റെക്സ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ക്ലാസിക്കൽ നാടകമാണ്. അപ്പോൾ ട്രാജഡിയെക്കുറിച്ചൊക്കെ എഴുതുന്ന സമയത്ത് എക്സാമ്പിളായിട്ട് നമുക്ക് ഈ നാടകത്തിൻ്റെ പേര് എഴുതാവുന്നതാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷ് ട്രാജഡിയാണ്. നമ്മൾ ഇംഗ്ലീഷ് സാഹിത്യമാണ് പഠിക്കുന്നതെന്നുള്ള കാരണം കൊണ്ട് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ട്രാജഡി കൂടി നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇൻ ഇംഗ്ലണ്ട് ട്രാജഡി ഫ്ലറിഷ്ഡ് ഡ്യൂറിങ് ദി എലിസബത്തൻ പീരീഡ്, ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ സെനേക്കൻ ഡ്രാമ ഫ്രം റോം. ഇനി ഇംഗ്ലണ്ടിൽ എലിസബത്തൻ പീരീഡ് അല്ലെങ്കിൽ എലിസബത്ത് രാജ്ഞിയുടെ കാലഘട്ടത്തിലാണ് ഈ ട്രാജഡിയൊക്കെ വ്യാപകമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിരുന്നത്. അതും ഈ ഒരു ക്ലാസിക്കൽ ഡ്രാമയുടെ ഒരു അനുകരണം എന്ന രീതിയിലാണ്. പ്രത്യേകിച്ചും റോമിൽ നിന്നുള്ള സെനേക്ക എന്ന് പറയുന്ന ഒരാളുടെ നാടകങ്ങളുണ്ട്. അതിൻ്റെ ഒരു അനുകരണം എന്ന രീതിയിലാണ് ഇംഗ്ലണ്ടിനകത്ത് ഇംഗ്ലീഷ് ഡ്രാമയിൽ ഇതൊക്കെ അവതരിപ്പിച്ചിരുന്നത്. ദ ഫസ്റ്റ് ഇംഗ്ലീഷ് ട്രാജഡി ഗോർബുദുക്ക് directly imitated Seneca style, featuring a 5-act structure, supernatural elements, and themes of revenge and bloodshed. ആദ്യത്തെ ഇംഗ്ലീഷ് ട്രാജഡി ആയിട്ടുള്ള ഗോർബുദുക്കിനകത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു ക്ലാസിക്കൽ ട്രാജഡിയുടെ അനുകരണമാണ് നടക്കുന്നത്. അതിൽ ക്യാരക്ടേഴ്സിൽ, ആ പ്ലേയുടെ സ്ട്രക്ചറിൽ, പ്ലോട്ടിൽ, അതുപോലെ തന്നെ അതിൽ വരുന്ന തീംസ്, ഈ റിവഞ്ച്, ബ്ലഡ്ഷെഡ്, പ്രതികാരവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന ദുരന്തം തുടങ്ങിയിട്ടുള്ള ആ ഒരു ക്ലാസിക്കൽ ഡ്രാമയുടെ ഒരു അനുകരണം എന്ന രീതിയിലാണ് ആദ്യകാല ഇംഗ്ലീഷ് ട്രാജഡികൾ നമ്മൾ കാണുന്നത്. This influence led to the rise of the revenge tragedy, a popular Elizabethan form exemplified by Thomas Kyd's The Spanish Tragedy and Shakespeare's Hamlet. അപ്പോൾ ഇത്തരത്തിൽ റിവഞ്ച് ട്രാജഡി എന്ന തരത്തിലുള്ള ഒരു വിഭാഗം ഇംഗ്ലീഷ് ട്രാജഡിക്കകത്ത് രൂപപ്പെട്ടു വരുന്നു. നമുക്കറിയാം, റിവഞ്ച് എന്ന് പറയുന്നത് പ്രതികാരം എന്നുള്ളതാണ്. ഒരാൾക്കതിൽ പ്രതികാരം ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ദുരന്തത്തിലാണ് കലാശിക്കുക. അങ്ങനെ ഈ റിവഞ്ച് ഒരു പ്ലോട്ടായിട്ട് വരുന്ന തരത്തിലുള്ള ട്രാജഡീസാണ് ആദ്യകാലത്തിൽ ഇംഗ്ലീഷ് ട്രാജഡിക്കകത്ത് നമ്മൾ കാണുന്നത്. William Shakespeare elevated English tragedy to new artistic heights through his 4 major tragic plays, Hamlet, King Lear, Othello and Macbeth. പിന്നീട് വില്യം ഷേക്സ്പിയർ ആണ്. നമുക്കറിയാം, ഇംഗ്ലീഷ് സാഹിത്യത്തിലെ മാത്രമല്ല ലോക സാഹിത്യത്തിൽ തന്നെ പ്രധാന നാടകകൃത്തുകളിൽ ഒരാളാണ് വില്യം ഷേക്സ്പിയർ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് പിന്നെ ഇംഗ്ലീഷ് ട്രാജഡി പുതിയ ഉയരത്തിലേക്ക് എത്തുന്നത്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് ട്രാജഡി എന്ന് പറയുന്നത് ഈ ക്ലാസിക് ട്രാജഡിയുടെ ഒരു അനുകരണം പോലെയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ റിവഞ്ച് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള പ്ലോട്ടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള തീമുകളും മറ്റുമൊക്കെ ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളിൽ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. Later playwrights such as John Webster continued this tradition, but the genre declined following the closure of theatres. പിന്നീട് വന്ന നാടകകൃത്തുക്കളും ഷേക്സ്പിയറിൻ്റെ ഒരു പാത പിന്തുടരുന്നുണ്ട്. പക്ഷേ ഇംഗ്ലണ്ടിൽ തിയേറ്ററിൽ അടയ്ക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ പട്ടാള ഭരണം നടക്കുന്ന ഒരു സമയത്ത്, ആ ഒരു സമയത്ത് ഈ തിയേറ്ററിൽ അടച്ചതിൻ്റെ ഭാഗമായിട്ട് നാടക അവതരണമൊക്കെ നിലയ്ക്കുകയും അങ്ങനെ ആ ഒരു ഇംഗ്ലീഷ് ട്രാജഡി പിന്നീട് ഡിക്ലൈൻ ചെയ്തു പോകുന്നത് നമ്മൾ കാണുന്നു. Over time, the concept of tragedy has evolved significantly. It has moved beyond its classical definitions in response to changing artistic and cultural sensibilities. പിന്നീട് കാലക്രമേണ ട്രാജഡിക്കകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ രാജാക്കന്മാർ അല്ലെങ്കിൽ രാജ്ഞിമാരെ ഒക്കെ കഥാപാത്രങ്ങളായിട്ട് വരുന്ന, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള റിവഞ്ച് ഒരു പ്രധാന പ്ലോട്ടായിട്ട് വരുന്ന അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സ്റ്റോറികളൊക്കെ മാറിക്കൊണ്ട് പിന്നീട് പുതിയ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള തീമുകളും അവതരണങ്ങളും ഒക്കെ ഇപ്പോൾ ട്രാജഡിക്കകത്ത് നമുക്ക് കാണാവുന്നതാണ്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് കോമഡിയാണ്. നമുക്കറിയാം, നമ്മൾ തമാശ എന്ന രീതിയിൽ വളരെ പരിചിതമായിട്ടുള്ള കൺസെപ്റ്റാണ് കോമഡി എന്ന് പറയുന്നത്. കോമഡി ഈസ് എ ഫോം ഓഫ് ഡ്രാമ ദാറ്റ് എയിംസ് ടു എൻ്റർടൈൻ ആൻഡ് പ്രൊവോക്ക് ലോഫർ. ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കുക, അതുപോലെ തന്നെ ചിരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ള നാടകങ്ങളെയാണ് നമ്മൾ കോമഡി എന്ന് പറയുന്നത്. ഇറ്റ് പോർട്രേസ് ട്രിവിയൽ ആക്ഷൻസ് ആൻഡ് മിസ്അഡ്വഞ്ചേഴ്സ് ഓഫ് ഓർഡിനറി ക്യാരക്ടേഴ്സ്. നമ്മൾ നേരത്തെ ട്രാജഡിക്കകത്ത് നോബിൾ ക്യാരക്ടേഴ്സാണ് പറഞ്ഞത്. ഈ രാജാക്കന്മാർ, രാജ്ഞിമാർ എന്നൊക്കെ തരത്തിലുള്ള അങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെയാണ് നമ്മൾ ട്രാജഡിക്കകത്ത് കണ്ടിരുന്നെങ്കിൽ, കോമഡിക്കകത്ത് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അവർക്കുണ്ടാവുന്ന എന്തെങ്കിലും അബദ്ധങ്ങളോ തെറ്റുകളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് ആളുകളെ എൻ്റർടൈൻ ചെയ്യുക, ചിരിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള രീതിയിലാണ് കോമഡിയുടെ അവതരണം നമ്മൾ കാണുന്നത്. In contrast to tragedy, comedy typically concludes with a joyful resolution, often marked by a feast, celebration, or marriage.
ഇനി ട്രാജഡി നമുക്കറിയാം ഒരു ദുരന്തത്തിലാണ് അവസാനിക്കുന്നത്. അതിന് വിപരീതമായിട്ടാണ് കോമഡി നമ്മൾ കാണുന്നത്. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ക്ലൈമാക്സ് ആണ് കോമഡിക്കകത്ത് നമ്മൾ കാണുന്നത്. അത് ഒന്നുകിൽ ഒരു ഫീസ്റ്റ്, ഒരു ഉത്സവത്തിലോ അല്ലെങ്കിൽ മാരേജിലോ, നമുക്കറിയാം റൊമാൻറ്റിക് കോമഡിക്കകത്തൊക്കെ നായകനും നായികയും അവസാനം വിവാഹം കഴിക്കുന്നതാണ് പല കഥകളുടെയും ക്ലൈമാക്സ് ആയിട്ട് നമ്മൾ കാണുന്നത്. അത്തരത്തിലൊരു മാരേജിലോ അല്ലെങ്കിൽ ഉത്സവത്തിലോ ഒക്കെ വളരെ സന്തോഷകരമായിട്ടുള്ള രീതിയിലാണ് കോമഡിയുടെ ക്ലൈമാക്സ് നമ്മൾ കാണുന്നത്. ഇറ്റ് അവോയ്ഡ്സ് തീംസ് ഓഫ് ഡെത്ത് ഓർ ഗ്രേവ് മിസ്ഫോർച്യൂൺ. ഇതുകൂടാതെ തന്നെ ഡെത്ത്, അതുപോലെ തന്നെ വലിയ ദുരന്തങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കോമഡിക്കകത്ത് ഒഴിവാക്കുന്നു. പകരം വളരെ ലൈറ്റായിട്ടുള്ള വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലാണ് ഈ കോമഡിക്കകത്തുള്ള സ്റ്റോറീസ് നമ്മൾ കാണുന്നത്. The word comedy originates from the Greek terms komos or komai and oda, reflecting its roots in festival communal performance. ഇനി കോമഡി എന്നുള്ള പദം ഗ്രീക്കിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കോമോസ് അഥവാ ഒരു ഉത്സവ അന്തരീക്ഷം എന്നർത്ഥം വരുന്ന വാക്ക്, അതുപോലെ കോമൈ അഥവാ വില്ലേജ് എന്നർത്ഥം വരുന്ന വാക്ക്, ഓഡ അല്ലെങ്കിൽ സോങ് എന്നർത്ഥം വരുന്ന വാക്ക്, ഇതിൽ നിന്നാണ് കോമഡി എന്നുള്ളൊരു പദം ഉത്ഭവിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ഉത്സവത്തിൻ്റെ പാട്ട് എന്നോ അല്ലെങ്കിൽ ഗ്രാമത്തിലെ പാട്ട് എന്നോ ഒക്കെ തരത്തിലാണ് കോമഡിയുടെ ഒരു ഒറിജിനലകത്തുള്ള മീനിങ് ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഗ്രാമങ്ങളിൽ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിരുന്നതാണ് കോമഡി എന്നുള്ളത് ഈ ഒരു വാക്കിൻ്റെ ഒറിജിനൽ നമ്മൾ മനസ്സിലാക്കുന്നു. In ancient Greece, comedies were initially staged during the Lenia festivals dedicated to Dionysus and were later incorporated into the Greater Dionysian Festival. അപ്പോൾ നമ്മൾ നേരത്തെ ട്രാജഡിക്കകത്ത് പറഞ്ഞിരുന്നത് പോലെ അവിടെയുള്ള ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോമഡിയും ആദ്യകാലത്ത് അവതരിപ്പിച്ചിരുന്നത്. Aristophanes, known for his sharp wit and political satire, is one of the most notable early comic playwrights. ഇനി ആദ്യകാല കോമഡിക്ക് ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അരിസ്റ്റോഫെൻസ് എന്ന് പറയുന്ന ഗ്രീക്ക് നാടകകൃത്താണ് ആദ്യകാലത്തെ പ്രധാന ഈ കോമഡി നാടകകൃത്തുകളിൽ ഉണ്ടായിരുന്നത്. ഇനി ഇംഗ്ലീഷ് കോമഡിയാണ്. During the Elizabethan era, dramatists developed the romantic comedy, exemplified by Shakespeare's As You Like It and A Midsummer Night's Dream. ഇനി ട്രാജഡിയതുപോലെ തന്നെ എലിസബത്തൻ കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ എലിസബത്ത് രാജ്ഞിയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് ഇംഗ്ലണ്ടിൽ കോമഡി ഡ്രാമകളും വ്യാപകമായിട്ട് പ്രദർശിപ്പിക്കപ്പെടുന്നത്. ഇനി ട്രാജഡിക്കകത്ത് നമ്മൾ റിവെഞ്ചാണ് ഒരു പ്ലോട്ടായിട്ട് കണ്ടിരുന്നെങ്കിൽ കോമഡിക്കകത്ത് റൊമാൻറ്റിക് കോമഡി എന്ന തരത്തിലാണ് ഇംഗ്ലീഷ് കോമഡി നമ്മൾ കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നായകനും നായികയും അവസാനം ഒന്നാവുന്ന തരത്തിലേക്ക് ക്ലൈമാക്സ് വരുന്ന ഈ സ്റ്റോറികളെയാണ് നമ്മൾ റൊമാൻറ്റിക് കോമഡി എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് ഷേക്സ്പിയറിൻ്റെ ആസ് യു ലൈക്ക് ഇറ്റ്, അതുപോലെ തന്നെ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം എന്നീ നാടകങ്ങൾ കാണാവുന്നതാണ്. The Restoration period witnessed the rise of the comedy of manners, a form that satirized the social customs and affectations of the upper class. ഇനി റീസ്റ്റോറേഷൻ കാലഘട്ടത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഈ ട്രാജഡി ഈ ഇംഗ്ലണ്ടിൽ പട്ടാള ഭരണത്തിൻ്റെ സമയത്ത് തിയേറ്റർ അടയ്ക്കുന്നതോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഡിക്ലൈൻ ചെയ്ത് പോകുന്നുള്ളത്. അങ്ങനെ ആ പട്ടാള ഭരണത്തിന് ശേഷം തിയേറ്ററുകളൊക്കെ തുറക്കുന്ന ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ റീസ്റ്റോറേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറയുന്ന ഒരു തരത്തിൽ ഉള്ള വിഭാഗം ഇംഗ്ലീഷ് കോമഡിക്കകത്ത് നമ്മൾ കാണുന്നു. നമ്മൾ ആക്ഷേപഹാസ്യം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള നാടകങ്ങളാണ് അതിനകത്ത് കാണുന്നത്. ഒരു തരത്തിലുള്ള സാമൂഹിക വിമർശനം, അതുപോലെ തന്നെ സമൂഹത്തിലെ ആളുകളുടെ ഹിപ്പോക്രസി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളിയാക്കുന്ന തരത്തിലുള്ള ഒരു ആക്ഷേപഹാസ്യ മോഡലുള്ള നാടകങ്ങളെയാണ് നമ്മൾ കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറയുന്നത്. This form reached its peak in the works of William Congreve and Richard Sheridan. അപ്പോൾ റൊമാൻറ്റിക് കോമഡിക്കകത്ത് നമ്മൾ ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളാണ് ഉദാഹരണമായിട്ട് പറയുന്നുണ്ടെങ്കിൽ വില്യം കോൺഗ്രീവ്, റിച്ചാർഡ് ഷെറിദാൻ തുടങ്ങിയിട്ടുള്ള നാടകകൃത്തുകളാണ് കോമഡി ഓഫ് മാനേഴ്സ് പ്രധാനമായിട്ട് അവതരിപ്പിച്ചിരുന്നത്. ട്രഡീഷണലി കോമഡി ഹാസ് സെർവ്ഡ് ടു എക്സ്പോസ് ആൻഡ് റിഡിക്യൂൾ ഹ്യൂമൻ വീക്ക്നെസ്സസ് ആൻഡ് സോഷ്യൽ ഫോളീസ് ത്രൂ ഹ്യൂമർ ആൻഡ് ക്ലെവർ ഡയലോഗ്. അപ്പോൾ കോമഡി നമുക്കറിയാം സാധാരണഗതിക്ക് നമ്മൾ നാടകത്തിനകത്ത് കാണുന്നത് ഒരു ഹ്യൂമൻ വീക്ക്നെസ്, മനുഷ്യരുടെ ദൗർബല്യങ്ങൾ, അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ദൗർബല്യങ്ങൾ, കുറവുകൾ തുടങ്ങിയവയൊക്കെ ഒരു തമാശ രൂപേണ കളിയാക്കുക, അല്ലെങ്കിൽ നമ്മൾ ആക്ഷേപഹാസ്യം എന്നൊക്കെ പറയുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതാണ് കോമഡിയിൽ നമ്മൾ പൊതുവായിട്ട് കാണുന്നത്. ഓവർ ടൈം വേരിയസ് സ്റ്റൈൽസ് ഇൻ കോമഡി എമേർജ്ഡ് സച്ച് ആസ് പാസ്റ്ററൽ കോമഡി, ഫാൾസ്, പാൻറ്റോമൈം, സറ്റയർ, സ്റ്റാൻഡപ്പ് എക്സെട്ര. പിന്നീട് കാലക്രമേണ കോമഡിക്കകത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കോമഡി ഓഫ് മാനേഴ്സ്, റൊമാൻറ്റിക് കോമഡി എന്നതിനപ്പുറത്തേക്ക് പലതരത്തിലുള്ള കോമഡികൾ വരുന്നുണ്ട്. പാസ്റ്ററൽ കോമഡി എന്ന് പറയുന്നത് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ നടക്കുന്ന കഥയാണ്. ഫാൾസ് എന്ന് പറയുന്നത്
ഒരു അപഹാസം എന്നുള്ള തരത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന കഥകളാണ്. പിന്നീട് പാൻറ്റോമൈം എന്ന് പറയുന്നത് പാട്ടും ഡാൻസും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു അവതരണ ശൈലിയാണ്. സറ്റയർ എന്ന് പറയുന്നത് ആക്ഷേപഹാസ്യമാണ്. സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ പലതരത്തിലുള്ള കോമഡികൾ പിന്നീട് രൂപപ്പെട്ടു വരുന്നു. അടുത്തത് വരുന്നത് ട്രാജി കോമഡിയാണ്. Tragi comedy is a dramatic genre that blends the serious tone and high stakes of tragedy with the lightness and the resolution of comedy. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ട്രാജഡിക്കകത്ത് വരുന്ന സീരിയസ് ആയിട്ടുള്ള സ്റ്റോറി, വിഷയങ്ങൾ എന്നീ കാര്യങ്ങളും, എന്നാൽ ക്ലൈമാക്സിൽ ഒരു ദുരന്തത്തിലേക്ക് പോകുന്നതിന് പകരം കോമഡിയിലേതുപോലെ എല്ലാം ശുഭമായിട്ട് അവസാനിക്കുന്ന തരത്തിലുള്ള ഒരു ക്ലൈമാക്സും എന്നതാണ് ട്രാജി കോമഡിയിൽ നമ്മൾ കാണുന്നത്. The term was first used by the Roman playwright Plautus in the prologue to Amphitryon, where the character Mercury describes the play's mix of gods, kings and servants as a tragi-comedy. ഇനി ട്രാജി കോമഡി എന്ന ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് റോമൻ പ്ലേറൈറ്റ് പ്ലൗത്തസ് ആണ്. അദ്ദേഹത്തിൻ്റെ ആംഫിത്രിയോൺ എന്ന നാടകത്തിനകത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ട്രാജഡിക്കകത്ത് നോബിൾ ക്യാരക്ടേഴ്സാണ്, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, രാജ്ഞിമാർ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെയാണ് ഈ ട്രാജഡിക്കകത്ത് ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. കോമഡിക്കകത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ക്യാരക്ടേഴ്സായിട്ട് വരുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ആംഫിത്രിയോൺ എന്ന നാടകത്തിനകത്ത് ഈ ദൈവങ്ങളും രാജാക്കന്മാരും സാധാരണക്കാരും ഒക്കെ കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു മിക്സ് ആയിട്ട് വരുന്നതിനെയാണ് ആദ്യമായിട്ട് ട്രാജി കോമഡി എന്ന പദം കൊണ്ട് സൂചിപ്പിച്ചത്. According to the Italian dramatist Battista Guarini, a tragicomedy should feature the serious diction, passion and conflict of a tragedy, but should avoid ending in catastrophe by resolving the crisis through reversal of circumstances. ഇനി ഇറ്റാലിയൻ ഡ്രാമറ്റിസ്റ്റ് ബത്തിസ്റ്റ ഗുവാരിനി ട്രാജി കോമഡിയെ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അതിനകത്തുള്ള സബ്ജക്റ്റ് അതുപോലെ തന്നെ സ്റ്റോറിയൊക്കെ സീരിയസ് ആയിരിക്കണം. ഡിക്ഷൻ അഥവാ അതിനകത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ, ഡയലോഗുകളൊക്കെ തന്നെ സീരിയസ് ആയിരിക്കണം. പക്ഷേ അതൊരു കറ്റാസ്ട്രഫിയിൽ അല്ലെങ്കിൽ ദുരന്തത്തിൽ അവസാനിക്കുന്നതിന് പകരം ക്ലൈമാക്സിനകത്ത് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തുകൊണ്ട് ഒരു സന്തോഷകരമായിട്ട് അവസാനിക്കുന്ന തരത്തിലാണ് ഈ ട്രാജി കോമഡി ഉണ്ടാവേണ്ടതെന്ന് പറയുന്നു. In tragicomedy, the rising action typically aligns with the tragic conventions, while the falling action leans toward comedic resolution, with the climax marking a significant turning point. ഇനി ട്രാജിക് കോമഡിയുടെ തുടക്കത്തിൽ ഒരു ട്രാജഡി പോലെ തന്നെയാണ്. അതായത് ഒരു സീരിയസ് ആയിട്ടൊരു പ്രശ്നം ഉണ്ടായിരിക്കും, അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും കഥ നടക്കുന്നുണ്ടായിരിക്കുക. എന്നാൽ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തുകൊണ്ട് അത് ശുഭകരമായിട്ട് സന്തോഷകരമായിട്ട് അവസാനിക്കുന്ന തരത്തിലാണ് ആ സ്റ്റോറി നമ്മൾ അവസാനിക്കുന്നത് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ കാണുന്ന മിക്കവാറും സിനിമകളെല്ലാം തന്നെ ഈ ഒരു ജനറിൽ നമുക്ക് വേണമെങ്കിൽ പെടുത്താവുന്നതാണ്. കാരണം ഒരു പ്രശ്നം ഉണ്ടായിരിക്കും, ക്ലൈമാക്സ് ആകുമ്പോൾ ആ പ്രശ്നം സോൾവ് ചെയ്യുമെന്ന തരത്തിലാണ് ഈ ട്രാജി കോമഡിക്കകത്ത് നമ്മൾ കാണുന്നത്. Notable examples of tragicomedy include Shakespeare's The Merchant of Venice, The Winter's Tale and The Tempest. ഇനി ട്രാജി കോമഡിയുടെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാവുന്നത് ദ മെർച്ചൻ്റ് ഓഫ് വെനീസ് നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിക്കാനുണ്ടായിരുന്നിരിക്കും. അതുപോലെ തന്നെ ടെമ്പസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാൻ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ട്രാജി കോമഡിയുടെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. ട്രാജി കോമഡി ഓഫ്റ്റൻ ക്യാരീസ് എ ടോൺ ഓഫ് ഫാൻറ്റസി ആൻഡ് ഈസ് ദെർഫോർ ഓൾസോ റെഫേർഡ് ടു ആസ് ഡ്രാമാറ്റിക് റൊമാൻസ്. ഇനി ട്രാജി കോമഡിക്കകത്ത് പലപ്പോഴും ഒരു ഫാൻറ്റസിയുടെ എലമെൻറ്റ് വരാറുണ്ട്. നമുക്കിനി പഠിക്കാനുള്ളത് ടെമ്പസ്റ്റ് എന്ന് പറയുന്ന ഡ്രാമയിൽ നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ ആ കാരണങ്ങളൊക്കെ കൊണ്ട് ട്രാജി കോമഡിയെ ഡ്രാമാറ്റിക് റൊമാൻസ് എന്നും പറയുന്നുണ്ട്. അതായത് നാടകീയമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നു, പക്ഷേ അവസാനം അത് സന്തോഷകരമായിട്ട് അവസാനിക്കുന്ന ഒരു റൊമാൻറ്റിക് സ്റ്റോറി എന്ന തരത്തിൽ ഡ്രാമാറ്റിക് റൊമാൻസ് എന്നും ട്രാജി കോമഡിയെ വിളിക്കാറുണ്ട്. Although critics have at times dismissed the genre for failing to follow the strict conventions of either tragedy or comedy, especially the unity of action, others argue that it successfully achieves the broader artistic goal of providing aesthetic pleasure. ഇനി വിമർശകർ പലപ്പോഴും ഈ ട്രാജി കോമഡി എന്ന ജനറിനെ വിമർശിക്കാറുണ്ട്. കാരണം ഇത് ട്രാജഡിയോ അല്ല, കോമഡിയോ അല്ല, അത് കൃത്യമായിട്ടുള്ളൊരു സ്ട്രക്ചർ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് വിമർശിക്കാറുണ്ട്. എന്നാൽ ഒരു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ എന്ന രീതിയിൽ നമുക്കറിയാം ട്രാജി കോമഡി ഓഡിയൻസിന് ഒരു എസ്തെറ്റിക് പ്ലഷറൊക്കെ കൊടുക്കുന്നതാണ്. കാരണം വളരെ ടെൻഷൻ അടുപ്പിച്ചിട്ട് ലാസ്റ്റ് അത് സന്തോഷത്തിൽ അവസാനിക്കുന്ന ഒരു ഓഡിയൻസിന് നല്ല എക്സ്പീരിയൻസ് ഒക്കെ കൊടുക്കുന്ന ഒരു ജനറായിട്ട് നമ്മൾ ട്രാജി കോമഡിയെ കാണുന്നു.
അടുത്ത സെക്ഷനിൽ നമുക്ക് നോക്കാനുള്ളത് ഈ ക്ലാസിക്കൽ ഡ്രാമയുടെ സ്ട്രക്ചർ, എലിമെൻറ്റ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്ന അരിസ്റ്റോട്ടിലിൽ നിന്നാണ് ഈ ക്ലാസിക്കൽ ഡ്രാമയുടെ സ്ട്രക്ചറും എലിമെൻറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രൂപപ്പെട്ടു വരുന്നത്. ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഡ്രാമാറ്റിക് ആർട്ട് ഇൻ ദ വെസ്റ്റേൺ ട്രഡീഷൻ ആർ ലാർജ്ലി ഡിറൈവ്ഡ് ഫ്രം അരിസ്റ്റോട്ടിൽസ് ഒബ്സർവേഷൻസ് ഇൻ ഇസ് സെമിനാൽ വർക്ക് പോയറ്റിക്സ്. അരിസ്റ്റോട്ടിലിൻ്റെ പോയറ്റിക്സ് എന്ന ബുക്കിൽ നിന്നാണ് ഈ വെസ്റ്റേൺ ട്രഡീഷനിൽ വരുന്ന ഈ ഡ്രാമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ രൂപപ്പെട്ടു വരുന്നത്. നമുക്കിപ്പോൾ ഇന്ത്യൻ ട്രഡീഷനിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ നാട്യശാസ്ത്ര എന്ന് പറയുന്ന ഒരു ബുക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും, ഭരതമുനി എഴുതിയിട്ടുള്ളത്. ഇന്ത്യയിലുള്ള ഈ നാടകങ്ങളും മറ്റ് ആർട്ടും എല്ലാം ഈ നാട്യശാസ്ത്രത്തിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടതുപോലെ വെസ്റ്റേൺ ട്രഡീഷനിലുള്ള നാടകങ്ങളെല്ലാം തന്നെ അരിസ്റ്റോട്ടിലിൻ്റെ പോയറ്റിക്സ് എന്ന വർക്കിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടു വരുന്നതാണ്. The poetics comprises 26 surviving chapters with one chapter devoted to comedy and 14 focused exclusively on tragedy. ഈ പോയറ്റിക്സിനകത്ത് പോയട്രിയെ കുറിച്ച് പറയുന്നുണ്ട്, എപ്പിക്കിനെ കുറിച്ച് പറയുന്നുണ്ട്, ട്രാജഡിയെയും അതുപോലെ തന്നെ കോമഡിയെയും കുറിച്ച് പറയുന്നുണ്ട്. അതിൽ തന്നെ ഒരു ചാപ്റ്ററാണ് ഈ 26 ചാപ്റ്ററിനകത്ത് കോമഡിക്ക് വേണ്ടിയിട്ട് ഡിവോട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി 14 ചാപ്റ്ററിനകത്തും ട്രാജഡിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അരിസ്റ്റോട്ടിൽ ട്രാജഡിയാണ് ഡ്രാമയിലെ പ്രധാനമായിട്ടുള്ളത് എന്ന രീതിയിൽ കണക്കാക്കിയതായിട്ട് നമുക്കതിൽ മനസ്സിലാക്കാം. അരിസ്റ്റോട്ടിൽ റിഗാർഡ് ട്രാജഡി ആസ് എ ഹയസ്റ്റ് ആൻഡ് മോസ്റ്റ് സീരിയസ് ഫോം ഓഫ് പോയട്രി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 26 ചാപ്റ്റേഴ്സിൽ 14 ചാപ്റ്റേഴ്സും ട്രാജഡിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ട്രാജഡിയാണ് ഹയസ്റ്റ് ഫോം ഓഫ് ആർട്ട് എന്ന് അരിസ്റ്റോട്ടിൽ കണക്കാക്കിയിരുന്നത്. ഹിസ് അനാലിസിസ് പ്രൊവൈഡ്സ് ക്രൂഷ്യൽ ഇൻസൈറ്റ് ഇൻ ടു ദ സ്ട്രക്ചർ, കമ്പോണൻസ് ആൻഡ് ഇമോഷണൽ ഫംഗ്ഷൻ ഓഫ് ഡ്രാമ, എസ്റ്റാബ്ലിഷിംഗ് ഫൗണ്ടേഷണൽ ഗൈഡ് ലൈൻസ് ദാറ്റ് ഹാവ് ഇൻഫ്ലുവൻസ്ഡ് ഡ്രാമാറ്റിക് തിയറി ഫോർ സെഞ്ചുറീസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വർക്കിനകത്ത് ഈ ഡ്രാമയുടെ സ്ട്രക്ചർ, അതിനകത്തുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ എലിമെൻറ്റ്സ്, അതിന് ഓഡിയൻസിന് ഉണ്ടാകുന്ന ഇമോഷണൽ റിയാക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. നൂറ്റാണ്ടുകളായിട്ട് ഈ ഒരു വെസ്റ്റേൺ ഡ്രാമാറ്റിക് കൾച്ചറിൻ്റെ അടിസ്ഥാനമായിട്ട് അരിസ്റ്റോട്ടിലിൻ്റെ പോയറ്റിക്സ് ആണ് കണക്കാക്കപ്പെടുന്നത്. കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്സ് ഓഫ് ട്രാജഡി 6 എലിമെൻറ്റ്സ്. അടുത്തതായിട്ട് അരിസ്റ്റോട്ടിൽ പറയുന്നത് ഒരു ട്രാജഡിക്കകത്ത് 6 എലിമെൻറ്റ്സ് ആണുള്ളത്. ഈ 6 എലിമെൻറ്റ്സിലൂടെയാണ് നല്ല രീതിയിൽ ഒരു ട്രാജഡി അവതരിപ്പിക്കാൻ കഴിയുക എന്നാണ്. ആദ്യം വരുന്നത് പ്ലോട്ടാണ്. മീത്തോസ് എന്നാണ് അതിന് ഗ്രീക്കിൽ പറയുന്നത്. പ്ലോട്ട് ഈസ് കൺസിഡർഡ് ആസ് എ സോൾ ഓഫ് ട്രാജഡി, ആസ് ട്രാജഡി ഈസ് ഇമിറ്റേഷൻ ഓഫ് എൻ ആക്ഷൻ റദർ ദാൻ എ ക്യാരക്ടർ. പ്ലോട്ട് എന്ന് പറയുന്നത് സ്റ്റോറിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ട്രാജഡിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലിമെൻ്റ് എന്ന് പറയുന്നത് അതിലത്തെ സ്റ്റോറി തന്നെയാണ്, സ്വാഭാവികമായിട്ടും പ്ലോട്ടാണ്. അരിസ്റ്റോട്ടിൽ പറയുന്നത് ക്യാരക്ടറിനേക്കാൾ ഇമ്പോർട്ടൻസ് പ്ലോട്ടിനാണെന്നുള്ളതാണ്. നല്ല ക്യാരക്ടർ ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, സ്റ്റോറി നന്നാവണം എന്ന രീതിയിലാണ് പറയുന്നത്. പ്ലോട്ട് ഈസ് എ സ്ട്രക്ചേർഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഇൻസിഡൻസ് ഇൻ എ സ്റ്റോറി. പ്ലോട്ട് നമുക്കറിയാം, ആ ഒരു സ്റ്റോറിക്കകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിനെയാണ് നമ്മൾ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇനി പ്ലോട്ട് തന്നെ നമുക്ക് 2 തരത്തിൽ വരുന്നുണ്ട്, സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് പ്ലോട്ട്. സിമ്പിൾ പ്ലോട്ട്, എ സ്ട്രേറ്റ് ഫോർവേഡ് സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് വിത്തൗട്ട് ഡ്രാമാറ്റിക് റിവേഴ്സൽസ് ഓർ റെക്കഗ്നീഷൻസ്. സിമ്പിൾ പ്ലോട്ട് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് പോകുന്നൊരു സ്റ്റോറിയാണ്. അതായത് പ്രത്യേകിച്ച് ട്വിസ്റ്റുകളോ ടേണുകളോ ഒന്നും ആ കഥയ്ക്കകത്ത് ഉണ്ടാവുന്നില്ല, ഒരു ഫ്ലോയിൽ അങ്ങനെ ആ സ്റ്റോറി പോകുന്നു. കോംപ്ലക്സ് പ്ലോട്ട് ഇൻവോൾവ്സ് പെരിപ്പീഷ്യ ആൻഡ് അനഗ്നോറിസിസ്. ദീസ് എലിമെൻറ്റ്സ് എൻഹാൻസ് ഇമോഷണൽ എൻഗേജ്മെൻറ്റ് ആൻഡ് നരേറ്റീവ് ഡെപ്ത്. ഇനി കോംപ്ലക്സ് പ്ലോട്ടിനകത്ത് നമുക്ക് ട്വിസ്റ്റുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അതിനെ ഗ്രീക്കിൽ പറയുന്നത് പെരിപ്പീഷ്യ എന്നാണ് പറയുന്നത്, റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ. അതായത് ട്വിസ്റ്റ് എന്നാണ് നമ്മൾ സാധാരണ ഗതിക്ക് സ്റ്റോറിക്കകത്ത് പറയുന്നത്, അതിനാണ് പെരിപ്പീഷ്യ എന്ന് പറയുന്നത്. അതായത് ആ കഥയ്ക്ക് ഒരു വഴിത്തിരിവ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നു. പിന്നെ വരുന്നത് അനഗ്നോറിസിസ് എന്നുള്ളതാണ്. അത് റെക്കഗ്നീഷൻ അല്ലെങ്കിൽ ഡിസ്കവറി എന്നാണ് പറയുന്നത്. അതായത് ദുരന്തത്തിലേക്ക് പോകുന്ന ഒരു കഥാപാത്രം ദുരന്തം ആവുന്നതിന് മുമ്പ് തൻ്റെ മിസ്റ്റേക്ക് തിരിച്ചറിയുന്നു, താൻ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് തനിക്ക് ഒരു അവസ്ഥ ഉണ്ടായത് എന്നുള്ള തിരിച്ചറിയുന്ന ആ ഒരു നിമിഷത്തിനെയാണ് നമ്മൾ അനഗ്നോറിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു ട്വിസ്റ്റും അതുപോലെ തന്നെ ആ ഒരു ഡിസ്കവറിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നതാണ് നമ്മൾ കോംപ്ലക്സ് പ്ലോട്ട് എന്ന് പറയുന്നത്. അടുത്തത് വരുന്നത് ക്യാരക്ടറാണ്. ഈത്തോസ് എന്നാണ് നമ്മളതിന് ഗ്രീക്കിൽ പറയുന്നത്. ഇറ്റ് ഈസ് എ പേഴ്സണാലിറ്റി ഓഫ് എ ക്യാരക്ടർ, ദർ ചോയ്സസ് ആൻഡ് ആക്ഷൻസ് ലീഡ് ടു ഹാപ്പിനെസ് ഓർ സഫറിങ്. ക്യാരക്ടർ നമുക്കറിയാം കഥാപാത്രങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ട്രാജഡിക്കകത്തുള്ള കേന്ദ്ര കഥാപാത്രം, ആ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ പേഴ്സണാലിറ്റി എന്നാണ് ക്യാരക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ക്യാരക്ടറിനെ സംബന്ധിച്ചിട്ട് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അരിസ്റ്റോട്ടിൽ നൽകുന്നുണ്ട്. ട്രാജിക് ഹീറോ എന്നാണ് അദ്ദേഹം ഈ
ക്യാരക്ടറിനെ വിളിക്കുന്നത്. നമുക്കറിയാം ദുരന്തത്തിലേക്ക് പോകുന്ന കഥാപാത്രമാണ് ട്രാജഡിക്കകത്ത് ഉണ്ടാവുക, അതുകൊണ്ടാണ് ട്രാജിക് ഹീറോ എന്ന് വിളിക്കുന്നത്. ദ പ്രൈമറി പർപ്പസ് ഓഫ് ട്രാജഡി ഈസ് കഥാർസിസ്, ദി ഇമോഷണൽ പർഗേഷൻ ബൈ അറൗസിങ് പിറ്റി ആൻഡ് ഫിയർ ഇൻ ദി ഓഡിയൻസ്. അപ്പോൾ ട്രാജഡിയുടെ പർപ്പസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഓഡിയൻസിനെ കരയിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു ഹൊറർ ആയിട്ടുള്ളൊരു സ്റ്റോറി കണ്ടിട്ട് നമുക്ക് പേടിക്കുന്നതിന് പകരം നമ്മൾ ചിരിക്കുകയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് പരാജയപ്പെട്ടു എന്നാണ് അവിടെ അർത്ഥമാവുന്നത്. അതുപോലെ തന്നെ ഒരു ട്രാജഡി വിജയിക്കുക എന്ന് പറയുന്നത് അത് കാണുന്ന ഓഡിയൻസിന് കരച്ചിൽ വരിക എന്ന സമയത്താണ് ആ ട്രാജഡി വിജയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പർപ്പസ് തന്നെ ഈ ഓഡിയൻസിന് ഒരു സഹതാപവും അതുപോലെ തന്നെ സങ്കടവും ഭയവും ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കഥാർസിസ് എന്നാണ് അരിസ്റ്റോട്ടിൽ അതിനെ വിളിക്കുന്നത്. അതായത് ശുദ്ധീകരണം എന്നൊരു അർത്ഥമാണ് വരുന്നത്. അതായത് നമ്മുടെ മനസ്സിൽ നമ്മൾ പലപ്പോഴും പല വിഷമങ്ങളും ചിന്തകളൊക്കെ ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മളൊരു ദുരന്ത നാടകം കണ്ടിട്ട് കരയുന്ന സമയത്ത് ഒന്ന് കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിന് ഒരു ആശ്വാസം ലഭിക്കും നമ്മൾ പറയാറുള്ളത് പോലെ. അങ്ങനെ ഈ ദുരന്ത നാടകം കണ്ട് ഓഡിയൻസ് കരയുന്ന സമയത്ത് അവരുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടും എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. അതാണ് ഈ കഥാർസിസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദ നേച്ചർ ഓഫ് ട്രാജിക് ഹീറോ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ അച്ചീവിങ് ദിസ്. അപ്പോൾ ഇത്തരത്തിൽ ഓഡിയൻസിന് കരച്ചിൽ വരണം അല്ലെങ്കിൽ ഒരു സഹതാപം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു ക്യാരക്ടറാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. നമുക്കറിയാം ഒരു ക്രൂരമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് അല്ലെങ്കിൽ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്യുന്ന ഒരു കഥാപാത്രമാണെന്നുണ്ടെങ്കിൽ ഓഡിയൻസിന് ഒരു സഹതാപമോ സങ്കടമോ ഒന്നുമല്ല ഉണ്ടാവുക. മറിച്ച് നമ്മൾ എന്താ പറയുക, അയാൾക്ക് അങ്ങനെ തന്നെ വേണം, നന്നായുള്ളൂ എന്ന രീതിയിലാണ് ഓഡിയൻസ് അതിനെ കണക്കാക്കുക. അപ്പോൾ നല്ലൊരു ക്യാരക്ടറിന് ദുരന്തം ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് സഹതാപം ഉണ്ടാവുള്ളൂ. അത്തരത്തിലാണ് ഈ ട്രാജിക് ഹീറോയിനെ അരിസ്റ്റോട്ടിൽ രൂപകൽപ്പന ചെയ്യുന്നത്. Then the protagonist should be neither wholly virtuous nor utterly depraved. അപ്പോൾ പൂർണ്ണമായിട്ടും എല്ലാം തികഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രം ആവരുത് എന്ന് അരിസ്റ്റോട്ടിൽ പറയുന്നു. കാരണം എല്ലാം തികഞ്ഞിട്ട് ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾക്ക് ദുരന്തം വരിക എന്ന് പറയുന്നത് ഓഡിയൻസിന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ പൊതുവിൽ ഒരു നല്ല കഥാപാത്രം ആയിരിക്കണം, എന്നാൽ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു മിസ്റ്റേക്കും ഉണ്ടായിരിക്കണം. സാധാരണ ആളുകളെ പോലുള്ള ഒരു ക്യാരക്ടർ എന്ന രീതിയിലാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. The tragic hero should be a good individual who suffers due to hamartia or a tragic flow. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നല്ല ഒരു കഥാപാത്രമായിരിക്കണം, നല്ല ക്യാരക്ടർ പേഴ്സണാലിറ്റി ആയിരിക്കണം, എന്നാൽ ഒരു ട്രാജിക് ഫ്ലോ അല്ലെങ്കിൽ ഹമാർഷ്യ എന്ന് പറയുന്ന ഒരു കുറവ് അയാൾക്ക് ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് എയ്തർ എ വീക്ക്നെസ് ഓർ എറർ ഇൻ ജഡ്ജ്മെൻറ്റ് ദാറ്റ് ലീഡ്സ് ടു ദെയർ ഡൗൺഫോൾ. അപ്പോൾ പൊതുവിൽ നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു കുറവ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഹമാർഷ്യ എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹമാർഷ്യ കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് അയാളുടെ ഈ ഒരു ദുരന്തം ഉണ്ടാവുന്നതായിട്ട് ആ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ മഹാഭാരതത്തിൽ കർണൻ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്, നമുക്ക് പരിചിതമായിരിക്കും. ഈ കർണൻ്റെ ഒരു ഹമാർഷ്യയായിട്ട് നമുക്ക് എടുത്തു കാണിക്കാൻ വേണ്ടി കഴിയുന്നത് അയാൾ ദാനശീലനായിരുന്നു. ഒരുപാട് ദാനം ചെയ്യുന്ന, ആരെന്ത് ചോദിച്ചാലും ദാനം കൊടുക്കുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് കർണൻ ഉണ്ടായിരുന്നത്. അപ്പോൾ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ വേഷം മാറി വന്നിട്ട് കർണൻ്റെ ആർമർ അല്ലെങ്കിൽ ഈ കവചം ദാനമായിട്ട് ചോദിക്കുന്നു. കർണൻ അത് എടുത്തു കൊടുക്കുന്നു. പിന്നീട് ആർമർ ഇല്ലാതെ കവചമില്ലാതെ യുദ്ധത്തിന് പോകുന്ന കർണൻ കൊല്ലപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു ദാനശീലൻ ആണെന്ന് പറയുന്ന ആ ഒരു മിസ്റ്റേക്കാണ് ഈ കർണൻ്റെ ഹമാർഷ്യയായിട്ട് നമ്മൾ കാണുന്നത്. വേറൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രാമായണത്തിൽ വരുന്ന ശ്രീരാമൻ്റെ ഒരു കഥാപാത്രം നമ്മൾ കാണുന്നത്. ശ്രീരാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിക്കുന്ന തരത്തിലാണ് ആ സ്റ്റോറി അവസാനിക്കുന്നത്. അപ്പോൾ ശ്രീരാമനെ സംബന്ധിച്ചിട്ട് സീതയെ സംശയമൊന്നുമില്ല. പക്ഷെ നാട്ടുകാർ പറയുന്നത് എന്താണ്, രാവണൻ്റെ കൂടെ ഉണ്ടായിരുന്ന സീതയാണ് ഇപ്പോൾ രാമൻ്റെ കൂടെ നടക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ പറയുന്നതിനെ മുഖവിലേക്ക് എടുക്കുക എന്നുള്ളതാണ് ശ്രീരാമൻ്റെ ഒരു ഹമാർഷ്യയായിട്ട് നമ്മൾ കാണുന്നത്, അയാളുടെ ഒരു മിസ്റ്റേക്കായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ പൊതുവിൽ നല്ല സ്വഭാവമുള്ള പേഴ്സണാലിറ്റി ഉള്ള ഒരു ക്യാരക്ടർ, പക്ഷെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, ഒരു കുറവ് അവരിൽ ഉണ്ടാവുന്നത്, അതിനാണ് നമ്മൾ ഹമാർഷ്യ എന്ന് പറയുന്നത്. ഈ ഹമാർഷ്യ കാരണം കൊണ്ട് അവരുടെ ദുരന്തത്തിലേക്ക് പോകുന്ന രീതിയിലാണ് ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്. അടുത്ത എലിമെൻറ്റ് വരുന്നത് തോട്ടാണ്. ഡയോണിയ എന്നാണ് അതിനെ നമ്മൾ ഗ്രീക്കിൽ പറയുന്നത്. ഇറ്റ് റിഫ്ലെക്ട്സ് ഇൻ്റലക്ച്വൽ കണ്ടൻറ്റ് സച്ച് ആസ് ഇമോഷൻസ്, ഡിസിഷൻസ് ആൻഡ് റീസണിങ് ഓഫ് ക്യാരക്ടേഴ്സ്. തോട്ട് എന്ന് പറയുന്നത് ഈ ക്യാരക്ടറിൻ്റെ ഇമോഷൻസ്, തോട്ട്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തോട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രാജഡി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സ്റ്റോറി ഉണ്ടായിരിക്കണം. ആ സ്റ്റോറി ഇമോഷണലായിട്ട് അവതരിപ്പിക്കാൻ കഴിയണം. ആ ഒരു ക്യാരക്ടറിൻ്റെ ഇമോഷൻസും അതുപോലെ തന്നെ തോട്ട്സൊക്കെ അതിനകത്ത് കാണിക്കാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ് ഈ ഒരു എലിമെൻറ്റ് കൊണ്ട് അർത്ഥം.
അർത്ഥമാക്കുന്നത്. പിന്നെ വരുന്നത് ഡിക്ഷനാണ്. ലെക്സിസ് എന്നാണ് അതിന് ഗ്രീക്കിൽ പറയുന്നത്. ഡിക്ഷൻ എന്നുള്ള വാക്ക് നമുക്കറിയാം, ഡിക്ഷണറി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. വേർഡ്സ് എന്നുള്ള അർത്ഥം തന്നെയാണ് ഡിക്ഷൻ വരുന്നത്. ദ ലാംഗ്വേജ് ആൻഡ് എക്സ്പ്രഷൻ യൂസ്ഡ് സച്ച് ആസ് ചോയ്സ് ഓഫ് വേർഡ്സ് ഇൻ ഡയലോഗ്. ഈ നാടകത്തിനകത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ, പ്രത്യേകിച്ചും ഡയലോഗിനകത്തൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെയാണ് നമ്മൾ ഈ ഡിക്ഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് ഷുഡ് ബി സ്യൂട്ടഡ് ടു ദി ഇമോഷണൽ ആൻഡ് തീമാറ്റിക് ടോൺ ഓഫ് ദ പ്ലേ. ആ ഒരു പ്ലേയുടെ സ്റ്റോറി അനുസരിച്ച്, അതുപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടേഴ്സിനനുസരിച്ചുകൊണ്ടുള്ള ഡിക്ഷനാണ് അല്ലെങ്കിൽ വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത് നമുക്കറിയാം. ഉദാഹരണത്തിന് ഈ രാജാക്കന്മാരോ അല്ലെങ്കിൽ രാജ്ഞിമാരോ ഒക്കെ കഥാപാത്രങ്ങളായിട്ട് വരുന്ന സമയത്ത് അവരുടെ ഒരു ഭാഷയാണ്, ആ വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഒരു ക്യാരക്ടറിനനുസരിച്ചുകൊണ്ടുള്ള പ്രത്യേകം വാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഡിക്ഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ വരുന്നത് സോങ് ആണ്. നമുക്കറിയാം മ്യൂസിക്കാണ് ഉദ്ദേശിക്കുന്നത്. ഇൻക്ലൂഡ്സ് മ്യൂസിക്കൽ എലിമെൻറ്റ്സ് വിച്ച് എൻഹാൻസ് ദ മൂഡ് ആൻഡ് സപ്പോർട്ട് ഡിക്ഷൻ. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് തന്നെ പലപ്പോഴും പാട്ട് പാടുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. നമുക്കറിയാം സിനിമയിലൊക്കെ പാട്ട് വരുന്നത് പോലെ. അതുകൂടാതെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെയാണ് നമ്മൾ ഈ സോങ് അല്ലെങ്കിൽ മ്യൂസിക് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് സ്പെക്ടാക്കിൾ അല്ലെങ്കിൽ ഓപ്സിസ് എന്ന് പറയുന്നത്. വിഷ്വൽ ആയിട്ടുള്ള എലിമെൻസിനെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിഷ്വൽ എഫക്ട്സ് ഇൻക്ലൂഡിങ് കോസ്റ്റ്യൂംസ്, മേക്കപ്പ് ആൻഡ് സ്റ്റേജ് ക്രാഫ്റ്റ്. അപ്പോൾ ഈ നമുക്കറിയാം നാടകത്തിനകത്ത് മേക്കപ്പ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കോസ്റ്റ്യൂംസ് ഒക്കെ ഉണ്ടായിരിക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ രാജാക്കന്മാരുടെ രാജ്ഞിമാരുടെയൊക്കെ കഥാപാത്രങ്ങളാണെങ്കിൽ അതിനനുസരിച്ചുള്ള കോസ്റ്റ്യൂംസ് ഉണ്ടായിരിക്കും, മേക്കപ്പ് ഉണ്ടായിരിക്കും. പിന്നെ സ്റ്റേജിനകത്ത് സെറ്റിങ്സ് ഉണ്ടായിരിക്കും ഈ ലൊക്കേഷനൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. അത്തരം വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ സ്പെക്ടാക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ഇമോഷണൽ ഇമ്പാക്ട് ബട്ട് ഈസ് ലീസ്റ്റ് കണക്റ്റഡ് ടു ദി എസെൻസ് ഓഫ് പോയറ്റിക് ആർട്ട്. അത് ഈ കാണുന്ന ആളുകൾക്ക് ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഈ സ്റ്റോറിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് ഏറ്റവും താഴെയാണ് ഇതിൻ്റെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അരിസ്റ്റോട്ടിൽ പറയുന്നത് പ്ലോട്ട്, പിന്നെ ക്യാരക്ടർ, പിന്നെ തോട്ട്, ഡിക്ഷൻ, സോങ്, സ്പെക്ടാക്കിൾ എന്നുള്ള ആ ഓർഡറിലാണ് ഈ എലമെൻസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഇനി അരിസ്റ്റോട്ടലിൻ്റെ ഒബ്സർവേഷൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് അടുത്ത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ 3 യൂണിറ്റീസ് എന്നുള്ള കൺസെപ്റ്റാണ് വരുന്നത്. ഈ ഡ്രാമയ്ക്കകത്തുള്ള ഈ പ്ലോട്ട് അല്ലെങ്കിൽ സ്റ്റോറി, അതുപോലെ തന്നെ ആ നാടകം അവതരിപ്പിക്കാൻ എടുക്കുന്ന സമയം, അതുപോലെ തന്നെ അതിൻ്റെ ഈ സെറ്റിങ്സ്, ലൊക്കേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടാണ് ഈ 3 യൂണിറ്റീസിനകത്ത് പറയുന്നത്. ആദ്യം വരുന്നത് യൂണിറ്റി ഓഫ് ആക്ഷൻ ആണ്. അതിലെ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ദ പ്ലോട്ട് മസ്റ്റ് ബി കംപ്ലീറ്റ് വിത്ത് എ ക്ലിയർ ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ്. ഒന്ന് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റോറി ആയിരിക്കണം, ഒരു ബിഗിനിങ് ഉണ്ടായിരിക്കണം, മിഡിൽ ഉണ്ടായിരിക്കണം, എൻഡ് ഉണ്ടായിരിക്കണം. കഥ എവിടെ എത്താത്ത രീതിയിലൊന്നും അവസാനിക്കാൻ പാടില്ല, കറക്റ്റായിട്ടൊരു ക്ലൈമാക്സ് ഒക്കെ ഉണ്ടാവണം എന്ന രീതിയിലാണ് പറയുന്നത്. The entire life of the protagonist can't be the subject. Instead, only the incidents that directly contribute to the tragedy should be part of the plot. ഇനി ഒരു ക്യാരക്ടറിൻ്റെ ജീവിത കഥ മുഴുവനായിട്ട് നമുക്ക് സ്റ്റേജിനകത്ത് അവതരിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. നമുക്കറിയാം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചുള്ള എപ്പിക് കഥാപാത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ചെറുപ്പകാലം മുതലുള്ള ഈ സംഭവങ്ങൾ മുഴുവൻ നമുക്ക് നാടകമാക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ട്രാജഡിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആ ട്രാജഡി എന്താണോ സംഭവിക്കുന്നത് അവിടെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസിഡൻസ് ആണ് നമ്മൾ ഈ കഥയുടെ ഭാഗമായിട്ട് അവതരിപ്പിക്കേണ്ടത്. ഇറവലൻ്റ് സബ് പ്ലോട്ട്സ് ഡിസ്റപ്റ്റ് നരേറ്റീവ്, ദെർഫോർ ദ ഫോക്കസ് ഷുഡ് ബി ഓൺ ദ പ്രൊട്ടഗോണിസ്റ്റ്. ഇതുകൂടാതെ സബ് പ്ലോട്ടുകൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോറിക്ക് നല്ലതല്ല എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. അതായത് ഈ ഒരു പ്രൊട്ടഗോണിസ്റ്റ് അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കഥയായിരിക്കണം. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൻ്റെ സൈഡ് സ്റ്റോറീസ് ഒന്നും ഉൾപ്പെടുത്താൻ വേണ്ടി പാടില്ല. ഈ ഒരു പ്രൊട്ടഗോണിസ്റ്റിൻ്റെ കേന്ദ്ര കഥാപാത്രത്തിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ട്രാജഡിയിലേക്ക് നയിക്കുന്ന സംഭവങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സ്റ്റോറി രൂപപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് ഈ യൂണിറ്റി ഓഫ് ആക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് പറയുന്നത് ദ യൂണിറ്റി ഓഫ് ടൈം ആണ്. There should be a correlation between the duration of the events and its enactment in the play. അപ്പോൾ ഈ സംഭവങ്ങൾ നടക്കാൻ എടുക്കുന്നൊരു സമയവും ആ സംഭവങ്ങൾ നാടകത്തിൽ അവതരിപ്പിക്കാൻ എടുക്കുന്ന സമയവും തമ്മിൽ ഒരു കോറിലേഷൻ വേണം, ഒരു പരസ്പര ബന്ധം വേണം എന്നുള്ള കാര്യമാണ് യൂണിറ്റി ഓഫ് ടൈം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഐഡിയലി ദ പ്ലോട്ട് ഷുഡ് അൺഫോൾഡ് വിത്തിൻ എ 24-hour പീരീഡ് ടു മെയിൻറ്റെയിൻ ഫോക്കസ് ആൻഡ് ബിലീവബിലിറ്റി. സാധാരണഗതിക്ക് ഒരു 24 മണിക്കൂറിനകത്ത് നടക്കുന്ന സംഭവങ്ങളാണ് ഈ കഥയ്ക്കകത്ത് ഉൾപ്പെടുത്തേണ്ടതെന്നാണ് അർത്ഥമാക്കുന്നത്. നമുക്കറിയാം, ഒരു ക്യാരക്ടറിൻ്റെ സ്റ്റോറി പറയുകയാണെങ്കിൽ, നമുക്ക് ലൈഫ് സ്റ്റോറി പറയുകയാണെങ്കിൽ വർഷങ്ങളുടെ കഥയൊക്കെ പറയാനുണ്ടായിരിക്കും. പക്ഷേ ആ ഒരു ട്രാജഡിയിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ട്രാജഡിയുടെ തൊട്ട് മുന്നത്തെ ദിവസം മുതൽ ട്രാജഡി നടക്കുന്ന ദിവസം വരേക്കുള്ള ആ ഒരു സംഭവങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ നാടകം അവതരിപ്പിക്കേണ്ടതെന്ന് പറയുന്നു. അതാണ് ഈ യൂണിറ്റി ഓഫ് ടൈം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ വരുന്നത് യൂണിറ്റി ഓഫ് പ്ലേസ് ആണ്. നാച്ചുറലി എമേർജ്ഡ് ഫ്രം യൂണിറ്റി ഓഫ് ടൈം.
അപ്പോൾ യൂണിറ്റി ഓഫ് പ്ലേസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ യൂണിറ്റി ഓഫ് ടൈമിൽ നിന്ന് നാച്ചുറലായിട്ട് വരുന്നതാണ്. കാരണം ഈ 24 മണിക്കൂറിനകത്ത് നടക്കുന്ന സംഭവങ്ങളാണെങ്കിൽ സാധാരണഗതിക്ക് ഒരു ഒറ്റ ലൊക്കേഷനിൽ തന്നെയായിരിക്കും ആ സംഭവങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ദി എൻ്റയർ ആക്ഷൻ ഷുഡ് ടേക്ക് പ്ലേസ് ഇൻ വൺ ലൊക്കേഷൻ. നമുക്കറിയാം സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന പോലെ പല ലൊക്കേഷൻസും പല സീനുകളൊക്കെ കാണിക്കുന്നതിന് നാടകത്തിന് പരിമിതികളുണ്ട്. അപ്പോൾ നാച്ചുറലായിട്ട് നാടകത്തിനകത്ത് അങ്ങനെ തന്നെയാണ് വരുന്നത്. അതായത് ഒരൊറ്റ സെറ്റിങ്സ് സ്റ്റേജിനകത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലൊക്കേഷനിൽ തന്നെയാണ് എല്ലാ കഥകളും നടക്കുന്നതായിട്ട് കാണിക്കേണ്ടതെന്നാണ് ഈ യൂണിറ്റി ഓഫ് പ്ലേസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓൾദോ നോട്ട് എക്സ്പ്ലിസിറ്റ്ലി മാൻഡേറ്റഡ് ബൈ അരിസ്റ്റോട്ടിൽ, കൺസിസ്റ്റന്റ് സെറ്റിംഗ് വാസ് ഇംപ്ലൈഡ് ബൈ ലേറ്റർ ക്രിറ്റിക്സ്. ഇനി യൂണിറ്റി ഓഫ് ടൈം, യൂണിറ്റി ഓഫ് ആക്ഷൻ എന്നീ കാര്യങ്ങളെക്കുറിച്ച് അരിസ്റ്റോട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യൂണിറ്റി ഓഫ് പ്ലേസ് എന്നുള്ള കാര്യം അരിസ്റ്റോട്ടിൽ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. പക്ഷേ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള 2 യൂണിറ്റിയുടെ കൂടെ ഇത് സ്വാഭാവികമായിട്ട് വരുന്നതാണെന്ന രീതിയിൽ പിന്നീട് വരുന്ന ക്രിറ്റിക്സ് അത് കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ്. ഇനി ചാപ്റ്ററിൽ നമുക്ക് ലാസ്റ്റ് സെക്ഷനിൽ വരുന്നത് റോൾ ഓഫ് കോറസ് ആണ്. കോറസ് നമുക്കറിയാം പിന്നണിയിൽ നിന്നുകൊണ്ട് പാട്ട് പാടുന്ന ആളുകളെയാണ് നമ്മൾ കോറസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള യൂണിറ്റി ഓഫ് ആക്ഷൻ, യൂണിറ്റി ഓഫ് പ്ലേസ്, ടൈം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിൽ കോറസിന് വലിയ പങ്കുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ദ കോറസ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് നരേറ്റിംഗ് ദി ആക്ഷൻ ത്രൂ സോങ്, ഡാൻസ് ആൻഡ് റിസൈറ്റേഷൻ. അപ്പോൾ കോറസ് നമുക്കറിയാം ഈ പാട്ട്, ഡാൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ചെയ്യുന്നത്. ഇവരിലൂടെയാണ് ഈ സ്റ്റോറി ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതും നരേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു യൂണിറ്റി ഓഫ് ആക്ഷനകത്ത് 24 മണിക്കൂറിനകത്ത് നടക്കുന്ന സംഭവങ്ങളാണ് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ലൊക്കേഷനിൽ നടക്കുന്ന കാര്യങ്ങളാണ് സ്റ്റേജിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ വേറെ എവിടെയെങ്കിലും നടന്നിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, മുമ്പ് നടന്നിട്ടുള്ള ഫ്ലാഷ് ബാക്ക് ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഈ കോറസിൻ്റെ പാട്ടിലൂടെയാണ് ഈ ഓഡിയൻസുമായിട്ട് നാടകത്തിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത്തരത്തിൽ ഈ സ്റ്റോറിയുടെ നരേഷനകത്ത് കോറസിന് വലിയ ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. represent the collective moral and social voice, reacting to the events and guiding audience interpretation with commentary. ഇത് കൂടാതെ തന്നെ ഒരു റിയാക്ഷനും നമ്മൾ ഈ കോറസിനകത്ത് കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു ദുരന്തം നടക്കുന്നു, അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടായി, അപ്പോൾ കോറസ് അതിനെക്കുറിച്ചൊരു പാട്ട് പാടുന്നു, എന്തൊരു കഷ്ടമാണെന്നുള്ള രീതിയിലൊക്കെ അത്തരത്തിൽ ഈ ഒരു സമൂഹത്തിൻ്റെ റിയാക്ഷൻ, അതുപോലെ തന്നെ ഓഡിയൻസിന് എന്താണ് അവിടെ നടക്കുന്നതിനെ കുറിച്ചുള്ള ക്ലാരിറ്റി വരുത്തി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള കമൻ്ററി പോലുള്ള കാര്യങ്ങളൊക്കെ ഈ കോറസിനകത്ത് ഉണ്ടാവുന്നുണ്ട്. Performs in the orchestra, a circular space near the altar. The choral odes were known as stasima. ഇനി ഈ കോറസ് നടക്കുന്നത് ഈ അൾത്താർ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേജിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സർക്കിളായിട്ടുള്ള ഓർക്കസ്ട്ര എന്ന് വിളിക്കുന്ന ഒരു സ്റ്റേജിനകത്താണ് ഈ കോറസ് നടക്കുന്നത്. അവിടെ വെച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞതുപോലെ ഈ നരേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കമൻട്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാട്ടുകളൊക്കെ കോറസ് ഇങ്ങനെ നാടകത്തിൻ്റെ കൂടെ ഇങ്ങനെ പാടുന്നത്. ഇനി ഈ കോറൽ ഓഡ്സിനെ, ഇവർ പാടുന്ന പാട്ടുകളെ സ്റ്റാസിമ എന്നും ഗ്രീക്കിൽ വിളിച്ചിരുന്നു. Functions as a bridge between the actors and audience, clarifying motivations and underscoring themes. അപ്പോൾ ഈ കോറസ് എന്ന് പറയുന്നത് ഡ്രാമയ്ക്കകത്തുള്ള ഒരു മ്യൂസിക്കൽ ക്വാളിറ്റി മാത്രമല്ല. നമുക്കറിയാം, നമ്മൾ സിനിമയിലൊക്കെ പാട്ട് കാണുന്ന സമയത്ത് എന്താണ്, ആ പാട്ടിലൂടെ ചിലപ്പോൾ ഫ്ലാഷ് ബാക്ക്, അതുപോലെ തന്നെ ഈ ടൈം കടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ ഈ പാട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണാറുള്ളത് പോലെ, അതുപോലെ തന്നെയാണ് നമ്മൾ ട്രാജഡിക്കകത്ത് അല്ലെങ്കിൽ ഡ്രാമയ്ക്കകത്ത് കോറസ് കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, ഡ്രാമയ്ക്കകത്ത് സ്റ്റേജിന് പരിമിതികളുണ്ട്, സെറ്റിങ്സ് എപ്പോഴും മാറ്റാൻ വേണ്ടി സാധിക്കില്ല. 24 മണിക്കൂറിനകത്ത് നടക്കുന്ന സംഭവങ്ങളാണ് കഥയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലാഷ് ബാക്കുകളോ അല്ലെങ്കിൽ മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളോ വേറെ ലൊക്കേഷനിൽ നടക്കുന്ന കാര്യങ്ങളോ ഒക്കെ നരേറ്റ് ചെയ്യുന്നത് ഈ കോറസിൻ്റെ പാട്ടിലൂടെയാണ്. അതുപോലെ തന്നെ നടക്കുന്ന സംഭവങ്ങളുടെ ഒരു കമൻട്രിയും ഈ കോറസ് കൊടുക്കുന്നു. അത്തരത്തിൽ കോറസ് ഈ ട്രാജഡിയുടെ ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.